ദേശീയ തലത്തിൽ ബി ജെ പി എതിരാളികളില്ലാതെ അജാതശത്രുവിനെ പോലെ അങ്ങനെ വളർന്നു വികസിക്കുകയാണ്. വാസ്തവത്തിൽ ബി ജെ പിക്കെതിരെ ഒരു രാഷ്ട്രീയ എതിരാളിയെ സൃഷ്ടിക്കാനുള്ള കരുത്ത് ഇന്ന് കോൺഗ്രസിനില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ഫലം പോലും അതാണ് തെളിയിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ എതിരാളിയെ ബി ജെ പിക്കെതിരെ കൊണ്ടുവരാൻ ഒരു ശ്രമം എവിടെയോ നടക്കുന്നില്ലേ? അതിൻ്റെ ഭാഗമാണോ ഈ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ പുറകിലെ രഹസ്യം? അതിന് നല്ല സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ നെഹ്റു കുടുംബവും അവരുടെ പിണിയാളുകളും ഏതാണ്ട് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില തെരഞ്ഞെടുപ്പുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞതിനപ്പുറം കോൺഗ്രസിന് ശക്തമായൊരു പ്രതിപക്ഷം പോലും ആകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വിദേശ മലയാളി നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിക്ക് പകരം ശശി തരൂരായിരുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഹുൽ ഗാന്ധിയുടെ നിലവാരം അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം സ്ഥാനത്തും അസ്ഥാനത്തും രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, ഇന്ത്യക്കെതിരെ അമേരിക്കയിലും ബ്രിട്ടനിലും ചെന്ന് പ്രസ്താവന നടത്തുക, പത്രസമ്മേളനം കുറ്റം പറയുക. പിന്നെ ആ മനുഷ്യൻ ലക്ഷ്യമാക്കിയിരിക്കുന്നത് നമ്മൾ നോക്കണം. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ആദ്യം അദാനിയാണ്. അദാനി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരുന്ന വൻ വ്യവസായികളൊക്കെ അദ്ദേഹം ലക്ഷ്യമാക്കും. കാരണം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർക്കുക, ഇന്ത്യയിലെ വൻ വ്യവസായികളെ തകർക്കുക, അതിനേതോ ഒരു ലോബിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലേക്കോട്ടിൽ നമ്മൾ ആക്രമണം നടത്തിയപ്പോഴേ അവിടെ കുറെ പൈൻമരങ്ങൾ പോയി എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. പുൽവാമയിലെ ഭീകരന്മാരെ സൈനിക വാഹനത്തെ ആക്രമിച്ചപ്പോൾ ഇവിടുത്തെ ചില മീഡിയകൾ പോലും ഗവൺമെന്റിന്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമല്ലേ ഇത്, അല്ലാതെ ഭീകരന്മാരല്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ ചമച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ പിൻ പോയിന്റ് ഇന്ത്യയിൽ തന്നെയാണ്. അത് നെഹ്റു കുടുംബമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. സോണിയാഗാന്ധി 2 പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടും ഇന്ത്യയുടെ ഭാഗ്യം കൊണ്ടും ഒക്കെ, നമ്മുടെ ഭരണഘടനയുടെ ബലം കൊണ്ടും ഒക്കെ നമ്മൾ ആ വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി. അല്ലായിരുന്നെങ്കിൽ ഇന്ത്യ അതോടുകൂടി തരിപ്പണമായി പോകുമായിരുന്നു ഈ സ്ത്രീ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വന്നിരുന്നെങ്കിൽ. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട്, പ്രിയങ്ക ഗാന്ധി പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണല്ലോ പാർലമെന്റിലോട്ട് വന്നത്. അപ്പൊ ഇവർക്കൊന്നും പൊളിറ്റിക്സ് അല്ല, അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് അവരുടെ ശത്രു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുകയാണെങ്കിൽ നെഹ്റു കുടുംബം ഭരിക്കണം, അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആവശ്യമില്ല. ആ നെഹ്റു കുടുംബത്തിന്റെ അപ്രമാദിത്വത്തെ തന്നെ ഇല്ലാതാക്കി ജവഹർലാൽ നെഹ്റുവിന്റെ പാളിച്ചകളെ തുറന്നു കാണിച്ച് ഇവരെയൊക്കെ ഒതുക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി രംഗത്തേക്ക് വന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ അവർ പേഴ്സണലി നരേന്ദ്രമോദിയെ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ പോകുന്നൊരു രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്ന് ശശി തരൂർ തിരിച്ചറിഞ്ഞു. ശശി തരൂർ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹം മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിക്കാൻ തയ്യാറായത്. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൻ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ശശി തരൂർ യോഗ്യനാണെന്നാണല്ലോ. ആ തോന്നലില്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശശി തരൂര് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വരുന്ന ഒരു കോൺഗ്രസ് ഉണ്ടായാൽ, ശശി തരൂര് നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് ഉണ്ടായാൽ, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് അതിനെ മുന്നേ പിടിച്ചു നിൽക്കാൻ പറ്റും? അതിന്റെ വേറൊരു ആംഗിളിൽ ചോദിക്കുക. അത് കാരണം സാധ്യമല്ല. അല്ല, ഇപ്പൊ കോൺഗ്രസ് വിട്ടുപോയവരാണ് രാഷ്ട്രീയമായി രക്ഷപ്പെട്ടവര്. ഉദാഹരണത്തിന് മമതാ ബാനർജി കോൺഗ്രസും കൊണ്ട് നിന്നിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ബംഗാളിലെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയെ പിടിച്ച് സോണിയാഗാന്ധി അവർ പറയുന്ന കേൾക്കുന്ന ഒരാളെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രിയാക്കുവാൻ അവർക്ക് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ശരത് പവാർ മഹാരാഷ്ട്രയിൽ വളർന്നു വരാൻ കാരണം കോൺഗ്രസ് വിട്ടതുകൊണ്ടാണ്. സൺമ കോൺഗ്രസ് വിട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളർന്നു വരാൻ പറ്റിയത്. അപ്പൊ കോൺഗ്രസ് ഇപ്പൊ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റാതെ പോയുണ്ട്. അല്ലെങ്കിൽ ഗുലാം നബി ആസാദിന് വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടും അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല.
കോൺഗ്രസ് വിട്ടുവരുന്ന ആളുകൾക്ക് മാത്രമേ ഇപ്പൊ സാർ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം അനുസരിച്ച് അഹമ്മദ് പട്ടേലിന്റെ യശശരീരനായ അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ ഇന്നലെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഏറ്റവും പുതിയ വാർത്തകൾ കേൾക്കുന്നത് അദ്ദേഹവും BJP-യിൽ ചേരാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. അല്ലാതെ വരും. കാരണം വെച്ചാലേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വന്തം കാലിൽ നിൽക്കുന്ന എവിടെയാണ്? കേരളത്തില് UDF ഉള്ളത് കൊണ്ടാണ്. മുസ്ലിം ലീഗിലെ ചുമരിൽ കയറിയാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗിലെ കേരളത്തിലെ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. സ്റ്റാലിൻ ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ രക്ഷയുമില്ല, നിൽക്കും. കർണാടകത്തിലെ DK ശിവകുമാറിന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിൽ ഏതാണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. കർണാടകത്തിലെ കോൺഗ്രസിന് അത് ശിവകുമാറിന്റെ വ്യക്തിത്വത്തിലാണ്, അല്ലാതെ രാഹുൽജി, സോണിയാജി, പ്രിയങ്കാജി എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. അതൊരു കർണാടക രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതകളുണ്ട്. അത് ലിംഗായത്ത്, വോക്കലിംഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ കർണാടകം നിൽക്കുന്നത്, അല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയം അല്ലത്. പക്ഷെ അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശിവകുമാറിന് കഴിയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലൂടെ കോൺഗ്രസ് ഇരിക്കുന്നത്. തെലങ്കാനയിലെ പ്രത്യേക സാഹചര്യത്തിലെ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞു, അയാള് പിന്നെ RSSലൂടെയും BJP ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പിന്നെ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയെ പോലെ നല്ലൊരു പ്രൈം മിനിസ്റ്ററുടെ പിന്തുണ തെലങ്കാനയ്ക്ക് വേണമെന്നാണ് പറഞ്ഞത്. അദാനിയെ ഒറ്റപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചപ്പോൾ അദാനിക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് രേവന്ത് റെഡ്ഡി നൽകിയത്. അപ്പൊ അത് രേവന്ത് റെഡ്ഡി അവിടെ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സൗജന്യത്തിലല്ല. UP-യിൽ സംഭവമില്ലല്ലോ. UP-യിൽ ഇങ്ങനെ സംഭവമേ ഇല്ല. കോൺഗ്രസേ ഇല്ല. ഇവിടെ ജയിച്ചു വന്ന പ്രത്യേക സാഹചര്യം, അതിലേക്ക് നമ്മൾ പോയാൽ വേറെ വിഷയമാവും ചർച്ച. അപ്പൊ കോൺഗ്രസ് യുപിയിൽ അവിടെ അഖിലേഷ് യാദവ് ഇല്ല, UP-യിൽ നിൽക്കാനൊക്കെ. അതെ, തേജസ്വി യാദവ് ഇല്ലാതെ ബീഹാറിൽ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഒരു ഘട്ടം വരെ പിടിച്ചിരുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ ഇപ്പോ അത് ഗെഹ്ലോട്ടിന്റെ ഒരു മിടുക്കും ഇതിലെല്ലാം മതി. പിന്നെ സച്ചിൻ യശോധര രാജ സിന്ധിയുടെ അൺപോപ്പുലർ വസുന്ധര രാജ സിന്ധിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും അവരെ കൊണ്ട് തൊലച്ചു കളഞ്ഞതാണ് BJP രാജസ്ഥാനിൽ. അവർ പിന്നെ സിന്ധ്യ രാജകുടുംബവുമായിട്ട് BJP-ക്കുള്ള അഭേദ്യമായ ചില ബന്ധം കൊണ്ട് അവർ സഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് രാജസ്ഥാനിൽ സംഭവം. സ്ഥിതി മാറി. ഇപ്പം മാറി. വേറെ നേതാവ് വന്നില്ലേ? വസുന്ധര രാജ ഒരു ദിവസം കൊണ്ട് എടുത്ത് കളഞ്ഞേച്ച് വേറെ നേതാവിനെ കൊണ്ടുവന്നിരുത്തിയല്ലോ അവരവിടെ. അത് BJP-യുടെ അടുത്ത ആ കളിയൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ മഹാരാഷ്ട്രയിലേക്ക് പോയാൽ ശരത് പവാറിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ശിവസേനയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കോൺഗ്രസ് എവിടെ? എങ്ങുമില്ല. പിന്നെ നാഷണൽ കോൺഫറൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കാശ്മീരിലൂടെ എവിടെയാണ് ഈ കോൺഗ്രസ് ഉള്ളത്? കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം എവിടെയെങ്കിലും വേണ്ടേ മറ്റൊരു പിന്തുണയില്ലെങ്കിൽ? സാറേ, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു പരിധി വരെ ഈ 2014 കോൺഗ്രസിനൊരു തിരിച്ചടി കിട്ടുമെന്നും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ഒരുപക്ഷെ കോൺഗ്രസ് തകർന്നു പോകുമെന്നും മുൻകൂട്ടി കണ്ട ചില ബുദ്ധി കേന്ദ്രങ്ങളല്ലേ വാസ്തവത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്നിപ്പോൾ ആ അരവിന്ദ് കെജ്രിവാളും സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പകരം ശശി തരൂരിനെ കൊണ്ടുവരാനാണോ ഒരു ശ്രമം നടക്കുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ടോ? ഇന്ത്യയിലെ ശക്തമായ ഒരു പ്രതിപക്ഷ കക്ഷി ഇന്ത്യയിൽ അനിവാര്യമാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്. 1998 വരെ കോൺഗ്രസിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി AICC പ്രസിഡന്റ് ആകുന്ന വരെ. ആ 98 മുമ്പുള്ള കോൺഗ്രസിന് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. പരിമിതികൾ ഒരുപാട്. ഇന്ദിരാഗാന്ധി വന്നു, കുടുംബ സ്വത്താക്കി മാറ്റി. എന്നാലൊക്കെ പറഞ്ഞാലും ഒരു ദേശീയത പാൻ ഇന്ത്യൻ സ്വഭാവം അത് പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞത് സോണിയാഗാന്ധി വന്നതുകൂടിയാണ്. അപ്പൊ ഇപ്പോഴേ ഉള്ളൊരു കാര്യം, ഈ സോണിയ ഫാമിലിയുടെ കയ്യിൽ ഈ പാർട്ടി കൊണ്ടുപോയാൽ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത ഇവർക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. ഇപ്പൊ കേജ്രിവാൾ വന്നതിനെ കുറിച്ചാണ് പ്രശാന്ത് എന്നോട് ചോദിച്ചത്. കേജ്രിവാൾ വന്നത് ഏതോ ബുദ്ധികേന്ദ്രത്തിൽ നിന്നാണ്. അതൊരു പക്ഷേ BJP-യുടെ ബുദ്ധികേന്ദ്രത്തിൽ നിന്ന് ആയിക്കൂടാന്നില്ല. കാരണം അന്നാ ഹസാരോടൊപ്പം നിൽക്കുകയും അതേസമയം ആ സാഹചര്യം ഉപയോഗിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും 13 കൊല്ലം ഡൽഹി ഭരിച്ചില്ലേ. രാഹുൽ ഗാന്ധിയെ കട്ടിമെടുക്കനല്ലേ കേജ്രിവാൾ? രാഹുൽ ഗാന്ധിയെ കട്ടിമെടുക്കാനാണ് കേജ്രിവാൾ. അത്രയെങ്കിലും കേജ്രിവാൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേജ്രിവാളിന് മനസ്സിലായി അടുത്ത് വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയം കുറഞ്ഞത് 50 വർഷത്തേക്കെങ്കിലും ഹിന്ദുത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഹിന്ദുത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ആർക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് നിൽക്കാൻ പറ്റും. വളരെ സിമ്പിളാണത്. അത് വളരെ ഇപ്പൊ തന്നെ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റിയത്? കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റിയത് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയൊക്കെ കണക്കറ്റ് ചീത്ത പറഞ്ഞുകൊണ്ട്
ഹൈന്ദവ വികാരം ഉയർത്തിപ്പിടിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നു. വലിയ കാണുന്നവർക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും, പക്ഷെ അതിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കണ്ടപ്പോഴേ ഒരു ജംഗ്ഷനിലെ ഒരുപാട് ആളുകളുടെ പടം വെച്ചിരിക്കുന്നു. അതിനകത്ത് ചട്ടമ്പിസ്വാമിയുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, ചിലയിടത്ത് മന്നത്ത് പത്മനാഭനുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ഹിന്ദുക്കളെ വിട്ടുകൊണ്ട് കാറ്റടിക്കുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. കാരണം ഹിന്ദുക്കളെ അവർ കൈവിട്ടാൽ ഹിന്ദുക്കൾ അവരെ കൈവിടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും നേടാനൊക്കാതെ പോകും. അത് അവർ തന്ത്രപരമായി നിലപാട് സ്വീകരിക്കും. ഞാനതാണ് പറഞ്ഞത്, ഹിന്ദുത്വത്തിനെ എതിർത്തുകൊണ്ടൊരു പാർട്ടിക്ക് ഇന്ത്യയിൽ അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ കറൻസിയിൽ ലക്ഷ്മി ദേവിയുടെ പടം വേണം, ഗണപതിയുടെ പടം വേണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് ഹനുമാൻ ചാലീസയ്ക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എടുത്തു പയറ്റാൻ കെജ്രിവാളും ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഹിന്ദുത്വ രാഷ്ട്രീയം എടുത്ത് കേജ്രിവാൾ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് 10-22 സീറ്റെങ്കിലും കേജ്രിവാളിന് കിട്ടിയത്. അല്ലെ അത് കിട്ടില്ലായിരുന്നു. കേജ്രിവാളില് BJP കണ്ട അപകടം അതാണ്. ഹിന്ദുത്വത്തിലേക്ക് കൈവെക്കാൻ വേറെ ഒരാളെ അവർ സമ്മതിക്കില്ല. അത് ശിവസേനയെ സമ്മതിക്കില്ല, കേജ്രിവാളിനെ സമ്മതിക്കില്ല. കേജ്രിവാൾ ഹിന്ദുത്വം എടുത്തില്ലെങ്കിൽ കുറച്ചു കാലം എങ്ങനെയോ കഴിഞ്ഞു പോകാമായിരുന്നു. അപ്പം അതിൻ്റെ പ്രശ്നം കേജ്രിവാളിന് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഈ ഹിന്ദുത്വത്തെ എടുത്തത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കരുതി വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിഡ്ഢികളാണെന്നാണ്. അതാണ് അവരുടെ ചിന്താഗതി. ഹിന്ദുക്കൾ എന്നും വിഘടിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഹിന്ദുക്കളെ വിഘടിപ്പിച്ച് നിർത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ഈ ജാതി സെൻസസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മരൊക്കെ ഇവിടെ ഇരുന്നല്ലേ പ്രധാനമന്ത്രിമാരെ, അവരൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നെഹ്റു ഏറ്റവും കൂടുതൽ ബാബാ സാഹിബ് അംബേദ്കറെ പീഡിപ്പിച്ചത്, അവഗണിച്ചതും അപമാനിച്ചതും നെഹ്റു ആയിരുന്നില്ലേ. അപ്പോൾ അത് വേറെ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കോൺഗ്രസിന്റെ കൃത്യമായ ഒരു അജണ്ട, അത് നെഹ്റു ഫാമിലിയെ ബേസ് ചെയ്തുള്ളൊരു അജണ്ടയാണ്. അത് ഇന്ത്യ നിലനിൽക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ അതിനൊരു വലിയ മാറ്റം വരികയും അവിടേക്ക് ഒരു പക്ഷേ ശശി തരൂരിനെ പോലെ ഉള്ളവർ കയറി വരികയും ചെയ്യും എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. സാധ്യത ഞാൻ പറഞ്ഞത്, ശശി തരൂരിന്റെ നേതൃത്വത്തിലെ ഒരു കോൺഗ്രസ് വന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ശശി തരൂരിന്റെ ഒപ്പം ഒന്നും വി ഡി സതീശൻ വിചാരിക്കുന്ന പോലെ അല്ല. ശശി തരൂരിന്റെ ഒപ്പം നിൽക്കും. ഒരുപക്ഷെ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത ഗതികേട് നിൽക്കുന്ന DMK സപ്പോർട്ട് ചെയ്യും. കർണാടകത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇപ്പം ശശി തരൂർ അത്തരം ഒരു തീരുമാനവുമായിട്ട് പോയാൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ കനയ്യകുമാറിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതെ, കനയ്യകുമാർ ഒരു പ്രധാനപ്പെട്ട ആളെ അല്ല, JNUവിലെ അരാജകവാദിയിൽ ഒരാളായിരുന്നു. അതെ, തുക്കടെ അത്രേ ഉള്ളൂ. അല്ലാതെ പോയി പുള്ളി CPI. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കനയ്യകുമാർ തരൂരിനെ അനുകൂലിച്ചുകൊണ്ട് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരികയായിരുന്നു. മോദി വാഴ്ത്തൽ തരൂര് നടത്തിയതിൽ തെറ്റൊന്നുമില്ല എന്നാണ് കനയ്യകുമാറിന്റെ ഭാഷ്യം. അല്ല, അവര് BJPയിലേക്ക് പോകാനായിരിക്കില്ല. ഒരു പക്ഷേ അവർ ലക്ഷ്യമാക്കുന്നത് ശക്തമായൊരു പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനെയും വളരെ ശക്തമായ എതിരെ നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഭാഗം. അപ്പൊ KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദേശീയതയിലൂന്നിയ, ഇന്ത്യൻ ദേശീയതയിലൂന്നിയ, അല്ല ഇറ്റാലിയൻ ദേശീയതയിലല്ല, ഇറ്റാലിയൻ കോൺഗ്രസും അല്ല, ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ പുതിയ രൂപത്തിലും ഭാവത്തിലും ശശി തരൂർ മുന്നോട്ട് വന്നാൽ, ഇപ്പം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ ശശി തരൂരിന്റെ പിന്താങ്ങും. ഇപ്പോഴേ ഇന്ത്യ മുന്നിലുള്ള ഘടകകക്ഷികളൊക്കെ അതിനെ അനുകൂലിക്കും. ഒപ്പം കോൺഗ്രസിൽ അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടിയല്ലോ. അതെ, ഖാർഗെക്കെതിരായിട്ട് കുറെ ആളുകളുണ്ടല്ലോ കോൺഗ്രസ്. അപ്പൊ ഓൾറെഡി ശശി തരൂരിന് കോൺഗ്രസിലുള്ള സ്വാധീനം എന്താണെന്ന് ഖാർഗെയുമായുള്ള മത്സരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം കാരണം ഖാർഗെയെ സപ്പോർട്ട് ചെയ്തത് നെഹ്റു കുടുംബമാണല്ലോ. നെഹ്റു കുടുംബത്തിന്റെ നോമിനി ആയിരുന്നല്ലോ ഖാർഗെ. ആ ഖാർഗെക്കെതിരായിട്ട് തരൂര് നിന്നപ്പോൾ തരൂരിന് കിട്ടിയ വോട്ട് നെഹ്റു കുടുംബത്തിനെതിരായിട്ടുള്ള വോട്ടാണ്. തരൂരിന് മാത്രം കിട്ടിയ വോട്ടല്ലത്. അപ്പോൾ അസംതൃപ്തി കോൺഗ്രസിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുതലെടുത്തുകൊണ്ട് ശക്തമായൊരു ദേശീയ പ്രസ്ഥാനമായി രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരാൻ, കോൺഗ്രസിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശശി തരൂര് ഒരു ശ്രമം നടത്തിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്രിയാത്മകമായ വലിയ ഒരു മാറ്റത്തിന് വഴിതെളിക്കും. ഒരു നല്ല പ്രതിപക്ഷമുണ്ടാകും. മിനിമം രാജ്യസ്നേഹമുള്ള ഒരു പ്രതിപക്ഷ നേതാവുണ്ടാകും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അത്തരത്തിലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പക്ഷേ ശശി തരൂരിന് കഴിഞ്ഞിരുന്ന് കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ്. രാഷ്ട്രീയമാണ്, ഒന്നും പ്രവചിക്കുക എളുപ്പമല്ല. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടിത്
ഈ കാര്യങ്ങൾ 2 ദിവസത്തെ ഈ ഡെവലപ്മെന്റുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ശശി തരൂര് കേരള ഗവൺമെന്റ് അനുകൂലമായിട്ട് പറഞ്ഞതാണ്. അതെ, ശശി തരൂര് പറഞ്ഞത് നമ്മുടെ വ്യവസായ രംഗത്തുണ്ടായ മാറ്റത്തെ കുറിച്ചാണ്. നിഷ്പക്ഷമായി പറഞ്ഞാല് ആ. കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായ മന്ത്രിമാരിൽ ഒരാളാണ് പി രാജീവ്. എന്റെ നിരീക്ഷണമാണ്. ഒരുപാട് മാറ്റം ആ രംഗത്തുണ്ട് എന്ന് പറഞ്ഞൂടാ, നമ്മൾ കാര്യമില്ല. തീർച്ചയായും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്ന് പറയാം, ഞാനൊരു ഇൻഡസ്ട്രിയൽ ലോൺ എടുക്കാൻ പോയി. DAC കൊല്ലം DAC എന്നാണ് ഞാൻ ലോൺ എടുത്തത്. DACയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പെരുമാറ്റത്തിലും സമീപനത്തിലും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. നമ്മളോട് വളരെ ബഹുമാനത്തോടെ ആദരവോടെ ആണ് അവർ കാര്യങ്ങൾ കാണുന്നത്. നമ്മളെ സഹായിക്കാൻ അവർ സദാ സന്നദ്ധരാണ്. അപ്പോൾ വ്യവസായ വകുപ്പിൽ വലിയൊരു മാറ്റം എന്തായാലും വന്നിട്ടുണ്ട്. കുറെ കാലം നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിലെ ഇരുന്ന വകുപ്പാണ്. എനിക്ക് അന്ന് ഒരു അനുഭവം ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴേ ഇവിടെ നമ്മുടെ കഴക്കൂട്ടത്തിനടുത്ത് ഒരു വ്യവസായ പാർക്കുണ്ട്, മേനംകുളം. അവിടെ ഒരു വ്യവസായ പാർക്കുണ്ട്. അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോടെ ഒരു നിക്ഷേപത്തിനുമായിട്ട് ഒരു കനേഡിയൻ മലയാളി ഇവിടെ വന്നു. അദ്ദേഹം അമേരിക്കയിലാണ്, തിരിച്ചുപോയി. അദ്ദേഹം ഇവിടെ ഒരു വ്യവസായം തുടങ്ങുന്ന ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വന്നു. ആ കെട്ടിടം കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴേ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗൾഫിലുള്ള ഏതോ ഒരു വ്യവസായി ഒരു താല്പര്യം കാണിച്ചിട്ടുള്ളത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഗവൺമെന്റ് പോരുന്നിടം വരെ ആ കെട്ടിടം കിടക്കുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് പോയത്. അപ്പം ലീഗിൻ്റെയിലായിരുന്നു UDFന്റെ കാലഘട്ടത്തിലെ വ്യവസായം ഉണ്ടായിരുന്നത്. അവർക്ക് വ്യവസായത്തിലല്ലായിരുന്നു താല്പര്യം, വേറെ ചില താല്പര്യങ്ങളായിരുന്നു. അവരുടെ വ്യവസായത്തിലായിരുന്നു താല്പര്യം. അതാണ് നടന്നത്. പിന്നെ വന്ന TV തോമസിന് ശേഷം, TV തോമസ് നല്ല കൺസെപ്റ്റുള്ള ഒരു വ്യവസായ മന്ത്രിയായിരുന്നു, നല്ല ഒന്നാന്തരം വ്യവസായ മന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പ്രവർത്തിക്കാൻ EMS അനുവദിച്ചില്ല. അല്ലെങ്കിൽ ഇന്ത്യ കണ്ട വലിയൊരു വ്യവസായിയായിട്ട് അദ്ദേഹമാണ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുവന്നത്. ചെറുകിട വ്യവസായങ്ങൾ. പക്ഷേ പിന്നെ രാഷ്ട്രീയ പക, ഈ EMSന്റെ രാഷ്ട്രീയ പക, അസൂയ, അസഹിഷ്ണുത, അതൊക്കെയാണെന്ന് MN പോകുന്നവരെയും TV തോമസിനെയൊക്കെ എതിരായിട്ട് പ്രഥമ ദൃഷ്ടി അഴിമതിയുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ശുഭത്തരം പറഞ്ഞ് EMS ആ ഗവൺമെന്റിനെ തന്നെ തകർത്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴേ മറ്റൊരു വകുപ്പിനെ കുറിച്ച് ഞാനത് പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ വ്യവസായ വകുപ്പിനെ കുറിച്ച് പറഞ്ഞത് വാസ്തവമാനോ ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.